BJP ഇപ്പോൾ അതിവേഗം വളരുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ നിന്നുള്ള ഒരു MLA, BRS MLAയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 3 MPമാർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. 15 വോട്ടുകൾ നഷ്ടപ്പെട്ടു, 15 വോട്ടുകൾ അസാധുവായി. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് വോട്ട് മാറ്റി ചെയ്തിരിക്കുന്നത്. അതെ, കോൺഗ്രസിന് അവിടെ 8 MPമാരുണ്ട്. 8 പേരും എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ലെന്നേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം സുദർശൻ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല. നക്സലിസം പേടിച്ച് കഴിയുന്നവരാണ്. ആന്ധ്രാപ്രദേശ് ഞാനുണ്ടായിരുന്നതാണ്. കഴിയുന്ന ആൾക്കാരാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഉള്ളത്. അവരെ പേടിച്ച് കഴിയുന്നവർ, ഭീതിയോടെ കഴിയുന്നവർ. അവരുടെ വളർച്ചയ്ക്ക് വളമിട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസിൻ്റെ, അതായത് ഇന്ത്യ മുന്നണിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയാം. ഒരുപക്ഷെ 1919കളുടെ മധ്യത്തിൽ തന്നെ കുഴിച്ചിടാവുന്ന ഒരു വിപത്തായിരുന്നു നക്സൽ, മാവോയിസം. കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രത്തിൻ്റെ തീവ്രവാദപരമായിട്ടുള്ള ഒരു പുനരാവിഷ്കാരം, ഒരർത്ഥവുമില്ലാതെ മുളച്ചു വന്ന ഒന്ന്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള സായുധ വിപ്ലവം ജയിക്കാത്ത ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്ന സനാതന ഭൂമി. ഇത് തിരിച്ചറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ നക്സലുകൾ ഇപ്പോഴും അവരുടെ സ്വപ്ന ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലഹരണപ്പെട്ട പുണ്യാളന്മാരെ പോലെ. അങ്ങനൊരു സായുധ വിപ്ലവം ജയിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മുമ്പേ തന്നെ ജയിക്കേണ്ടതായിരുന്നു. ഉണ്ടായിട്ടില്ല. തെലങ്കാന സമരം പോലുള്ള സമരകാലം അതിതീക്ഷ്ണമായിരുന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിയുറച്ച വേരുകൾ തെലങ്കാന എന്ന് പറയുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശ് ആണ് പിന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായിട്ട് വിഭജിക്കപ്പെട്ടത് ഈയിടെ. അതിനു മുമ്പ് തന്നെ ആഴത്തിലുള്ള വേരുകൾ പിടിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അവിടെ മാവോയിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു പ്രസ്ഥാനം എന്തുകൊണ്ട് വേര് പിടിച്ചില്ല എന്നുള്ളത് ഉദാഹരിക്കുന്നത് ഇന്ത്യയിൽ ഈ സായുധ വിപ്ലവത്തിന് സ്ഥാനമില്ല. അത് നെഹ്റുവല്ല ഇല്ലാതാക്കിയത്, ഇന്ത്യയിലെ ജനങ്ങളാണത് ഇല്ലാതാക്കിയത്. അങ്ങനെ ആക്രമണകരമായ തീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംസ്കാരമല്ല ഇന്ത്യയിൽ മൊത്തമുള്ളത്. ആ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും. ഈ സുധാകര റെഡ്ഡിയോടുള്ള എതിർപ്പാണോ, സുദർശൻ റെഡ്ഡിയോടുള്ള എതിർപ്പാണോ, അതോ BJPയോടുള്ള സ്നേഹമാണോ? മുഖ്യമന്ത്രിയുടെ ബാല്യം തുടങ്ങുന്നത് തന്നെ, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ഈ BJPയുടെ AVP എന്ന പ്രസ്ഥാനത്തിലൂടെയാണല്ലോ. കോൺഗ്രസിന്റെ പിടികെട്ട നേതൃത്വം ഉജ്ജ്വലമായിട്ടുള്ള ഒരു എതിരാളിയെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസിന് ഈ നാണംകെട്ട പരാജയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരില്ല. BJP പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം 30 വോട്ടുകൾ, ഒരു ഇലക്ടറൽ കോളേജിൽ നിന്ന് 30 വോട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ആ 30 എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കും അപ്പുറം വിലയുള്ള ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് കൂടിയാണ്. കാരണം MPമാരാണ് വോട്ട് ചെയ്യുന്നത്. അവരോരോ ജനപ്രതിനിധികളാണ്, ഓരോ മണ്ഡലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും, ഇന്ത്യ മുഴുവനായിട്ടും അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇവർ തോറ്റു തുന്നം പാടിയത്. ഈ MPമാർ ജനങ്ങളുടെ പൾസ് അറിയുന്നവരാണെന്നുള്ളത് നമുക്ക് സാമാന്യമായിട്ട് ധരിക്കാവുന്ന കാര്യം. രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം കാണാൻ കഴിയുമോ? കാരണം അവിടെ ഇപ്പോൾ പതുക്കെ BJP വളരുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 4 സീറ്റെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയ്ക്ക് അത് 8 സീറ്റായി അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് തന്നെ ഒരു അജണ്ട ഉണ്ടല്ലോ, ദക്ഷിണ ഇന്ത്യ പിടിക്കണമെന്ന്. രാഹുൽ ഗാന്ധി ഒഴികെ ബാക്കി MPമാർക്കെല്ലാം, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ MPമാർക്കും ഏകദേശം മണ്ഡലത്തിൻ്റെ പൾസ് അറിയാം. കാരണം വീണ്ടും അവിടെ പോയാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇവർക്ക് നോക്കേണ്ട ഒരാവശ്യമുണ്ട്. അത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലുള്ള ഒരൊറ്റ MP പോലും കോൺഗ്രസ്സിൽ അവശേഷിക്കുകയില്ല. കാരണം ആ മണ്ണിൽ ഈ തെലങ്കാന വിപ്ലവം പോലെ, ഇന്ത്യയുടെ സായുധ സമരം പോലെ, CPM ഉദ്ദേശിച്ച ജനകീയ ജനാധിപത്യ വിപ്ലവം പോലൊന്ന് സംഭവിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞതുപോലെ ഈ കോൺഗ്രസ് MPമാർ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഇതാണ്: ഇനി ഈ മണ്ണിൽ കോൺഗ്രസിൻ്റെ വേരുകൾ ഉണ്ടാവില്ല. അടിപടലം പോയി കഴിഞ്ഞു. BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് ഈ റെഡ് കോറിഡോർ മുതൽ
തെലങ്കാനയുടെ ഹൃദയഭൂമിയിൽ വരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രചണ്ഡ മാരുതനായിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള കരുത്തുള്ള ഒരാൾ ഹൈദരാബാദിലെ നൈസാംമാർ ഭരിച്ച സ്ഥലത്ത് ഉള്ള ഒവൈസിക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളത്. ബാക്കിയെല്ലാം ഈ കൊടുങ്കാറ്റിൽ വീണ് അടിഞ്ഞ് ഉലഞ്ഞു പോകും. ആ ഒരു സ്ഥിതിയാണ് ഇവർക്കറിയാവുന്നത് കൊണ്ട് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ വർഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്തോടു കൂടി ഇവരിൽ ഒറ്റയാൾ പോലും കോൺഗ്രസ്സിൽ അവശേഷിക്കില്ല. കാരണം പിടിപ്പുകെട്ട ഒരു നേതൃത്വമാണ്. മനഃപൂർവ്വം ഒരു ബലാബലമെങ്കിലും നടത്താനുള്ള ഒരു അവസരം ഒരു 30 വോട്ടുകൾ നഷ്ടമാക്കി. രേവന്ത് റെഡ്ഡി പോലും അവിടെ കാണില്ല. രേവന്ത് റെഡ്ഡി പഴയ RSSകാരനാണ്. അദ്ദേഹത്തിനും അറിയാം, ഈ യാഥാർത്ഥ്യങ്ങൾ അറിയും, പ്രായോഗിക രാഷ്ട്രീയക്കാരനും. ജനങ്ങളുടെ പൾസും പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും പൊളിറ്റിക്കൽ സ്റ്റഡിയും ഒക്കെ ഇവർക്കുണ്ട്. ആ സ്റ്റഡി വെച്ച് നോക്കുമ്പോഴാണ് നമ്മളവരെ കാലുമാറികളിൽ നിന്ന് വെറുതെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ജനങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ അടിസ്ഥാനം ഉണ്ടാവില്ല, ബേസ് ഉണ്ടാവില്ല. എന്നതുകൊണ്ട് ഇതിൽ പലരും BJPയിലേക്ക് ചേക്കേറും. അതിൻ്റെ ഒരു തുടക്കമാണ് തെലങ്കാനയുടെ ആ ഉഷ്ണഭൂമിയിൽ, ഗന്ധക ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ സത്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ പറഞ്ഞത് പ്രൊഫസറായിരുന്നു BT രണദവി. BT രണദവിയുടെ കൽക്കട്ട തേസിസിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം തുടങ്ങാൻ സമയമായി എന്നാണ് പറഞ്ഞിരുന്നത്. തേസിസിൽ ഒരാൾക്ക് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ, അത് സുന്ദരയ്യയ്ക്കാണ്. സുന്ദരയ്യ ഒഴികെ ബാക്കി എല്ലാവരും അതിനെ അംഗീകരിച്ച ആൾക്കാരാണ്. സുന്ദരയ്യ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അതിനെ തുടർന്ന് രാജിവെച്ചു. അങ്ങനെ സംഭവങ്ങളുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിപ്ലവത്തിന് സജ്ജമാണ് എന്നവർ വിശ്വസിക്കത്തക്ക രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തെലങ്കാനയിൽ മാത്രമല്ല ബീഹാറിലും ബംഗാളിലുമൊക്കെ ശക്തമായിട്ടുള്ള മാസ് ബേസ് ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? അതെല്ലാം പോയി കഴിഞ്ഞു, കൊഴിഞ്ഞുപോയി. ചരിത്ര യാഥാർത്ഥ്യമായി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ആസന്ന പതനകാലമാണിത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കണ്ട തിരിച്ചടി. അത് ദിശാബോധമില്ലാതെ അബദ്ധത്തിൽ പറ്റിയൊന്നുമല്ല, വളരെ സുവ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി MP-മാർ ചെയ്തതാണ്. ഈ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന ആൾ സൽവാജുധം എന്നുള്ള ആദിവാസികളുടെ ഒരു സംഘത്തെ കൊണ്ട് നക്സലുകളെ ഇല്ലായ്മ ചെയ്യാനും അവരിൽ നിന്ന് രക്ഷ നേടാനും ഉണ്ടാക്കിയ വളരെ ഭാവനപൂർണമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ തൻ്റെ വിധിയിലൂടെ അട്ടിമറിച്ച, നമ്മുടെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച ഒരാളാണ്, ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജിക്കെതിരെ തീർച്ചയായിട്ടും ഇവരുടെ വോട്ടുകൾ പോയില്ലെങ്കിൽ അവരുടെ നാട്ടുകാരൻ തന്നെയാണ്. അതാണ് അതിൻ്റെ അത്ഭുതം. തെലങ്കാനയിൽ നിന്ന് തന്നെയുള്ള അവരുടെ സ്ഥാനാർത്ഥിയെ അവർ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ സാധാരണഗതി മണ്ണിൻ്റെ ഒരു സ്വന്തം നാട്ടുകാരനാവുമ്പോൾ ഒരു സ്നേഹവും നാട്ടുകാരനാവുന്നതിൻ്റെ ഒരു കൂറുമൊക്കെ വരുമല്ലോ. അതൊന്നുമില്ലാതെ നിഷ്കരണം അദ്ദേഹത്തെ ജയിക്കേണ്ട ആളെന്നുള്ള ഒരു സുബോധ്യം കൂടുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു കാരണങ്ങളിലൊന്നാണ്. അതുപോലെ കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന അടിത്തറയും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് BRSൽ പെട്ട ഒരു MLA ആയിട്ടുള്ള കൗശിക് റെഡ്ഡിയാണ്. ഒരു MLA അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഇക്കാര്യത്തിൽ. അദ്ദേഹത്തോട് ഇത് പറഞ്ഞിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ്. ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഇതെല്ലാം റെഡ്ഡിമാരാണ്. സുദർശൻ റെഡ്ഡിയാണ്. റെഡ്ഡിമാരായിട്ടും അവർക്കൊരു കുലസ്നേഹമുണ്ട്, ഒരൈക്യമുണ്ട്. കേരളത്തിലെ നായന്മാരെ ഈഴവന്മാരെ പോലെ അല്ല, റെഡ്ഡികളുടെ ഒരു ഐക്യമുണ്ട്. മറിച്ച് റാവുമാരുടെ ഐക്യം വേറെയുമുണ്ട്. പ്രബല സമുദായങ്ങളാണ്. ആ റെഡ്ഡിമാരുടെ ആ ഒരു ജാതി വികാരം, അത് തന്നെയാണത്. ജാതി വികാരം പോലും ഇല്ലാതെ നിഷ്കരണം ഇദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാരനായിട്ടുള്ള CP രാധാകൃഷ്ണനെ ജയിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ച ചേതോ വികാരമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആസന്ന മരണം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.